ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറി വയ്ക്കാം. ആർക്ക് വേണേലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് കറി. ഇതിനായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം അരിഞ്ഞും ചതച്ചും എല്ലാം വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് അല്ലെങ്കിൽ ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മസാലപ്പൊടികളായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് മല്ലിപ്പൊടി ആവശ്യത്തിന്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല ഞാൻ ലാസ്റ്റാണ് ചേർക്കാറ്. ലാസ്റ്റ് അത് ഈ വഴറ്റുന്നതിൻ്റെ കൂടെ വഴറ്റാറില്ല. എല്ലാം വഴറ്റിയതിന് ശേഷം മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് നമുക്ക് ഈ വഴറ്റിയ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ആവശ്യത്തിന് വേകുന്ന വരെ വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ബീഫ് കറി റെഡി ആയിട്ടുണ്ടായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ബീഫ് കറിയാണ്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമെങ്കിലും ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പി അറിയില്ലാത്തവരും ഉണ്ടായിരിക്കില്ല. അവർക്കായിട്ട് ഷെയർ ചെയ്തതാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.